ഇന്ന് മാർച്ച് 3 ഇന്ന് OTT റിലീസ് ചെയ്ത ഇനി ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന സിനിമകളുടെ ഇതടക്കം 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് അജിത്തിന്റെ വിടാമുയർച്ച അപ്ഡേറ്റ് ആണ്. സിനിമ ഇന്ന് മാർച്ച് 3 തീയതി OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് അറിയിച്ചതാണ്. ഇപ്പോഴത്തെ സിനിമ റിലീസായിരിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. സിനിമയുടെ OTT ദൈർഘ്യം 2 മണിക്കൂർ 31 മിനിറ്റാണ്. ഒരാഴ്ച മുന്നേ സിനിമയുടെ HD 4K പതിപ്പെല്ലാം തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തേത് ബോളിവുഡിൽ നിന്നും ജനുവരി മാസത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ എമർജൻസി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കങ്കണ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് നായികവേഷത്തിലെത്തി തിയേറ്ററുകളിലെ വൻ പരാജയമായി മാറിയ എമർജൻസിയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്തയാഴ്ച സിനിമ സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ആകുമെന്നാണ് വിവരം. ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നല്ലോ കുടുംബസ്ഥൻ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുമെന്ന്. ഇന്നിപ്പോഴത്തെ അതിൻ്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം C5 OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ്. മാർച്ച് 7 തീയതി ഈ ആഴ്ച സിനിമ OTT റിലീസ് ആകും. ഇന്നലെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭാഷകളിൽ കുടുംബസ്ഥൻ OTT ലഭ്യമാകും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകുന്നതാണ്. തണ്ടൽ എന്ന സിനിമയും ഈ ആഴ്ച OTT റിലീസിനൊരുങ്ങുന്ന ഒരു തെലുഗു സിനിമയാണല്ലോ. പാൻ ഇന്ത്യൻ ഭാഷകളിൽ മാർച്ച് 7 തീയതി തന്നെയാണ് സിനിമ OTT റിലീസ് ആകുക. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. നാഗചൈതന്യ, സായ് പല്ലവി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ 90 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത കഴിഞ്ഞ മാസത്തെ തെലുഗു സിനിമയാണ്. ഒരു വിദേശ അനിമേറ്റഡ് സിനിമയുടെ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മോഹന 2 എന്ന സിനിമയുടെ OTT പ്രഖ്യാപനമാണ് ഒഫീഷ്യലായിട്ട് ഡിസ്നിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നേരത്തെ തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ഈ ഡിസ്നി ചിത്രം ജിയോ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോമിലൂടെ മാർച്ച് 12 മുതൽ ലഭ്യമാകുന്നതാണ്. ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഒരു വിദേശ സിനിമ കൂടി ആമസോൺ പ്രൈമിലൂടെ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. പിക്ചർ ദിസ് എന്നാണ് സിനിമയുടെ പേര്. മാർച്ച് 6 തീയതി സിനിമ ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമയാണല്ലോ ഡ്രാഗൺ. ഇന്നലെ 100 കോടി പോസ്റ്റർ വന്ന സിനിമയെക്കുറിച്ചൊരു നിരാശ വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അത് പ്രകാരം സിനിമയുടെ HD പതിപ്പ് പല തമിഴ് സിനിമകളുടെ ഇതുപോലെ ലീക്കാക്കപ്പെട്ടിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഈ മാർച്ച് മാസം തന്നെ OTT റിലീസാകും. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നുള്ള രേഖാചിത്രം അപ്ഡേറ്റ് ആണ്. ആസിഫ് അലി നായകനെ എത്തിയ ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഈ ആഴ്ച ഒരുങ്ങുകയാണ്. മാർച്ച് 7 തീയതി സോണി ലിവിലൂടെയാണ് സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്യുക. പതിവ് സോണി ലിവ് സിനിമകളുടെ ഇതുപോലെ ഒരു ദിവസം മുന്നേ മാർച്ച് 6 തീയതി തന്നെയായിരിക്കും സിനിമയും OTT ലഭ്യമാകുക. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ ഈ ആഴ്ചയിലെ OTT റിലീസിനായിട്ട്.